അപ്പോൾ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൂക്കത്തിൻ്റെ കുറച്ച് ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ വിചാരിച്ചിട്ട് അതുകൊണ്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചപ്പെടുക ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്തൊക്കെ വയ്ക്കുക. അന്നേരം തൂക്കം കണ്ടവർക്കറിയാം ഇതൊരു വീഡിയോ ഇടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ വീഡിയോ തമ്മിലൊക്കെ ഞാൻ സെറ്റാക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യം നിങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ എടുക്കുന്നുള്ളൂ. നമുക്ക് കുറച്ച് കാര്യം പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ തൂക്കം ഇന്നലെ നല്ലതായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ സബ്സ്ക്രൈബിനെ കിട്ടി, പുതിയ കൂട്ടുകാരെ പരിചയപ്പെട്ടു, ഒരാളെ പരിചയപ്പെട്ടു, ഒരു ചാനലിനെ പരിചയപ്പെട്ടിരുന്നു. പേര് വയ്ക്കാൻ പറഞ്ഞു പേര് വയ്ക്കും, പേരെന്തിനാണ് എന്തോ. അത് ഇത് യൂട്യൂബിലൂടെ കമൻറ്റ് ചെയ്യുമെന്നാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ എൻ്റെ നമ്പർ കാണുമെങ്കിൽ അതിൽ വിളിക്കും കേട്ടാ. അപ്പം പുതിയ സബ്സ്ക്രൈബ് ചെയ്ത ആളെ സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. പുതിയ ആളെ പരിചയപ്പെടുകയും ചെയ്ത് നല്ല സഹകരണമായിരുന്നു. പിന്നെ ഒരു കാര്യം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാം ലൈക്കും ഷെയറും എല്ലാം സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ 90 ആയിട്ടുണ്ട് സബ്സ്ക്രൈബ്, 90 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൂക്കം കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല, നല്ല രസമായിരുന്നു. പിന്നെ മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു. അവിടെ എത്തി ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേക്കും മഴ തുടങ്ങി. പിന്നെ ഇതിപ്പോൾ ഇതേപോലെ ഇപ്പോൾ ആ ഭാഗത്ത് വെച്ച് കറുത്ത പോലെയൊക്കെ കിടക്കുന്നുണ്ട്. ഇന്ന് മഴ പെയ്യുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇന്നലെ മഴ പെയ്തില്ലല്ലേ അമ്മ? ഇന്നും പെയ്ത്, ഒരു പ്രാവശ്യം പെയ്ത് വൈകുന്നേരം പെയ്ത് കേട്ടാ, വൈകുന്നേരം പെയ്ത്. അറിഞ്ഞാ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ വെള്ളനാട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ വെള്ളനാട് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ മഴ പണി തന്നു. പിന്നെ കുട കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ മഴ പെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ എത്തിയത് മഴയും പെയ്തു. ഇനി അവിടെയും പോകുമ്പോൾ മഴയും കുടയും കൊണ്ടുപോയാലേ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ വീണ്ടും അബദ്ധം പറ്റിയ വീണ്ടും ഇതേപോലെ ഇങ്ങനെ ലേറ്റാവുക. നല്ല ലേറ്റായി കേട്ടോ പോയതപ്പം. ഇവിടെ തുണിയൊക്കെ വിരിച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ്. ചേച്ചി വന്നിട്ട് വീണ്ടും ജോലിക്ക് പോയിരിക്കുന്നു. വൈകുന്നേരം വരുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് സംസാരിക്കുമെന്ന് അറിയത്തില്ല. കല്യാണ കാര്യത്തിൽ സംസാരിക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ വീഡിയോ കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സ്പീരിയൻസ് ആൻഡ് റിയാക്ഷൻ വീഡിയോയും കൂടെയാണ്. റിയാക്ഷൻ കേട്ടോ ഇടുന്നത്. തൂക്കത്തെ പിന്നുള്ള റിയാക്ഷൻ എന്താണ് എനിക്ക് തോന്നിയത്, പിന്നെ ഇവിടെ ചേച്ചിയുടെ കല്യാണത്തെ പറ്റിയുള്ള റിയാക്ഷൻ എന്താണ് തോന്നിയതെന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ. ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു കേട്ടോ. ആ വണ്ടി ചരലും മണലൊക്കെ മാറ്റി തുടങ്ങി. പിന്നെ ഇനി വണ്ടി പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ ആ സാധനം ചല്ലി ചെറിയ പാറ കഷ്ണങ്ങളുണ്ടല്ലോ, അതും കൂടെ മാറ്റിയാൽ സെറ്റാണ്. അമ്മ അവിടെ ഏകദേശം പണി കഴിയാറായി കേട്ടാ. ഇതില്ലേ മണലെല്ലാം മാറ്റി വേണ്ട. ഇപ്പൊ വണ്ടി പോകാനൊക്കെ പറ്റുന്ന രീതിയിലാക്കി മാറ്റും. എല്ലാം മാറ്റി സെറ്റാക്കി. എന്തെങ്കിലും ഒരുക്കി, അല്ലെങ്കിൽ ഇതൊന്നും ഒതുക്കിയില്ലായിരുന്നു. ഇന്നെങ്കിലും ഒതുക്കി തീർത്ത് കേട്ടോ. ഇന്നലെ കൊള്ളാം. നമ്മള് ഇന്ന് തന്നെ എല്ലാം മാറ്റുന്നുണ്ട് വണ്ടി. ഇനി ഈ വഴിയായിരിക്കും കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന സുഹൃത്തുക്കളെ. ഈ വഴിയായിരിക്കും ഇനി കൊണ്ടുവരാൻ പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളായിരുന്നു, നല്ല തൂക്കം ഒരുപാടായിരുന്നു, ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് അവിടെ ആയിരുന്നെങ്കിൽ ഇഷ്ടം പോലെ കാണാമായിരുന്നു. പക്ഷെ അതിനുള്ള ടൈം കിട്ടിയില്ല. നമുക്ക് ഇവിടെ വരാൻ ഇവിടെ
ബസ്സൊന്നുമില്ല. രാത്രി അധികം അങ്ങനെ ഇങ്ങോട്ടൊന്നും അങ്ങനെ ബസ് കിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ആനയാട് ഡിപ്പോ എന്ന് പറഞ്ഞ കാട്ടാക്കട എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നെടുമങ്ങാട് ബസ് അധികം ഇല്ല. അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ വേറെ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആരനാടിൽ നിന്ന് വെള്ളനാടിൽ നിന്ന് ആരനാട് കയറി അവിടെ നേരെ ആരനാട് ഇറങ്ങി ആരനാടിൽ നിന്ന് നേരെ കുറ്റിച്ചേർന്ന് കേട്ടോ. അങ്ങനെ വന്നത് കാട്ടാക്കട ബസ് കയറി നേരെ കുറ്റിച്ചിറങ്ങി ആരനാടിയിൽ നിന്ന് കേട്ടോ. അങ്ങനെയാണ് വന്നത് കേട്ടോ. അപ്പോഴ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞത്. ഇപ്പോഴ് ഇപ്പം ഇവിടെ ആയതിന് ശേഷം ഇപ്പം ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെയായിരുന്നെങ്കിൽ എപ്പോഴെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴാണോ പോകാമായിരുന്നു. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് നീ അത്ര ദൂരം അങ്ങനെ പോയിട്ട് ഇവിടെ അല്ലേ വീടും. ഞാൻ അവിടെ കുറേ നേരം നിൽക്കാനും ഒക്കില്ല. ഇവിടെ അധികം ബസ്സും ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് അങ്ങനെ വണ്ടികളൊന്നുമില്ല. വെള്ളനാടായിരുന്നെങ്കിൽ എപ്പോഴെപ്പോഴും ബസ് ഇത് അങ്ങനെ ബസ്സിലൊന്നും പോകണ്ടല്ലോ, അടുത്ത് തന്നെയല്ല. അവിടെ പറയാം അവിടെ നിന്ന് മാറിയില്ലാണ് ഇപ്പം കഷ്ടമായി വന്നിരിക്കുന്നത്. അവിടെ നിന്ന് മാറിയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. പിന്നെ ഇതുവരെ കാണാൻ പറ്റിയത് അത് താമസിച്ചാണ് പോയിരുന്നത്. ഒരു 2 മണിക്കൂറേ അവിടെ നിന്നോളൂ, 2.5 മണിക്കൂർ. അതിന് ശേഷം നമ്മളിന്ന് പോരുകയും ചെയ്തു. അപ്പോഴേക്കും അവിടെ ഭയങ്കര മഴയും അപ്പോഴേ അവിടെ തുടങ്ങുകയും ചെയ്തു. 4 മണിയാകുമ്പോൾ 4:30 എന്തോ ആയി തുടങ്ങിയപ്പോഴും 4:15. അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിപ്പോൾ ഭയങ്കര ഉറക്കത്താണ്. നമ്മൾ ഈ വീഡിയോ ഇനി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വേറെ ഒന്നും വിശേഷമൊന്നുമില്ല. നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം. ഞാൻ അടുത്ത പുതിയൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, ഈ പിടിച്ചപ്പോഴേക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിരിക്കും. ബൈ.